ഹായ് ഹലോ, ഞാൻ നിംസ് 777 ടാറോ റീഡിങ്ങിലേക്ക് എല്ലാവർക്കും സ്വാഗതം. എന്നെ കണ്ടുകൊണ്ടിരിക്കുന്ന എൻ്റെ വ്യൂവേഴ്സിന് വേണ്ടിയിട്ട് യൂണിവേഴ്സിൻ്റെ ബ്ലെസ്സിങ്സോടുകൂടി നമ്മൾ കാർഡ് ഷഫിൾ ചെയ്യാൻ പോവാണ്. ഈ റീഡിംഗ് എന്ന് പറയുന്നത് ടൈംലെസ് റീഡിംഗ് ആണ്, ജനറൽലെസ് റീഡിംഗ് ആണ്, ജനറൽ റീഡിംഗ് ആണ്. നിങ്ങൾ എപ്പോൾ കാണുന്നുവോ അപ്പോൾ മുതൽ നിങ്ങളുടെ ലൈഫിലേക്ക് വരുന്ന റീഡിംഗ് ആണ്. പോസിറ്റീവ് തിങ്കിങ് ആണ് ആവശ്യം. ഇന്ന് ടാറോ കാർഡ് ഷഫിൾ ചെയ്യുന്നതായിരിക്കും. ഒരാക്കൽ ഡെക്ക് കുറച്ച് ഭാരമുണ്ട്, ഈ ഒരു കൈക്ക് ചെറിയൊരു പെയിൻ ഉണ്ട്. അതുകൊണ്ട് ഞാൻ ടാറോ കാർഡ് ഷഫിൾ ചെയ്തെടുത്തിട്ട് ഒറാക്കിൾ ഡെക്കിലൂടെ നിങ്ങൾക്ക് കിട്ടുന്ന മെസ്സേജ് നോക്കാം. പോസിറ്റീവായിട്ട് തിങ്ക് ചെയ്യാം. ഏസ് ഓഫ് വാൻഡ്സ് കാർഡ്, ഡെവിൾ റിവേഴ്സ് ആണ്, സെവൻ ഓഫ് പെന്റക്കിൾ, ടെമ്പറൻസ് റിവേഴ്സ് ആണ്, കിങ് ഓഫ് വാൻഡ്സ് റിവേഴ്സ് ആണ്, പേജ് ഓഫ് വാൻഡ്സ്, ഫൈവ് ഓഫ് വാൻഡ്സ്. ഇപ്പോൾ 7 കാർഡ് നമ്മൾ എടുത്തിട്ടുണ്ട്. പോസിറ്റീവായിട്ട് തിങ്ക് ചെയ്യാം. എൻ്റെ പേഴ്സൺ എന്നിലേക്ക് വന്നു എന്ന് മാത്രം കരുതുക, വേറെ ഒന്നും ചിന്തിക്കേണ്ട ആവശ്യമില്ല. ഇവിടെ നെഗറ്റീവായിട്ടുള്ള ചിന്തകൾ വന്നാൽ നമുക്ക് കിട്ടാനുള്ള എനർജി അവിടെ ഡൗൺ ആവും. ആ പേഴ്സൺ വരാനായിട്ട് ഒരുങ്ങുന്നുണ്ടെങ്കിൽ പോലും അവിടെ ഡൗൺ ആവും കേട്ടോ. അപ്പോൾ പോസിറ്റീവായിട്ട് തിങ്ക് ചെയ്യുക, വന്നു എന്ന് മാത്രം കരുതുക. ഓക്കെ, ഏസ് ഓഫ് വാൻഡ്സ് കാർഡ് നിങ്ങളുടെ ലൈഫിലേക്ക് ഒരു ചേഞ്ചാണ് കാണിക്കുന്നത്. ചേഞ്ച് എന്ന് പറയുമ്പോൾ ന്യൂ ഐഡിയ നിങ്ങളുടെ മനസ്സിലേക്ക് കൊണ്ടുവരുന്നുണ്ട്. നിങ്ങളിലേക്ക് ഒരു ഇൻസ്പിറേഷൻ വരുന്നുണ്ട്. നിങ്ങളുടെ ഫ്യൂച്ചറിന് വേണ്ടിയിട്ട് നിങ്ങൾ പ്ലാൻ ചെയ്യുന്നു. ആ ഒരു പ്ലാനിങ് എന്ന് പറയുന്നത് നിങ്ങളിലേക്ക് സക്സസ് കൊണ്ടുവരുന്നു എന്നാണ് പറയുന്നത്. നിങ്ങളുടെ കഴിവിനെ മനസ്സിലാക്കിക്കൊണ്ട് നിങ്ങൾ മാനിഫെസ്റ്റ് ചെയ്യുന്ന ഏതൊരു കാര്യമാണെങ്കിലും യൂണിവേഴ്സ് നിങ്ങളിലേക്ക് തരുന്നു എന്നാണ് ഈ കാർഡ് പറയുന്നത്. നിങ്ങളുടെ 2 കൈ നിറച്ചും വളരെ സന്തോഷകരമായിട്ടുള്ള നിങ്ങളുടെ ഫ്യൂച്ചറിനെയാണ് യൂണിവേഴ്സ് കാണിച്ചു തരുന്നത്. ബ്രില്യൻ്റ് ആയിട്ടുള്ള ഫ്യൂച്ചർ തന്നെയാണ് ഈ കാർഡ് പറയുന്നത്. ഇൻസ്പിറേഷൻ കൊണ്ടുവരിക, ക്രിയേറ്റീവായിട്ട് ചിന്തിക്കുക. നിങ്ങളുടെ ലൈഫിൻ്റെ ഫ്യൂച്ചർ നിങ്ങളുടെ കയ്യിലാണ്, വേറെ ആർക്കും അത് കൊടുക്കരുത്. നിങ്ങളുടെ ലൈഫ് എന്ന് പറയുന്നത്, അതിൻ്റെ ത്രെഡ് എന്ന് പറയുന്നത് നിങ്ങളുടെ കയ്യിലാണ് എന്ന് തന്നെയാണ് യൂണിവേഴ്സ് പറയുന്നത്. ഇവിടെ പ്രപഞ്ചശക്തിയിൽ വിശ്വസിച്ച് കഴിഞ്ഞാൽ നേരായിട്ടുള്ള വഴി നമുക്ക് യൂണിവേഴ്സ് കാണിച്ചു തരും. എന്താണ് ചെയ്യേണ്ടത് എന്നുള്ള ആ ഒരു കാര്യം നിങ്ങളിലേക്ക് എത്തിക്കും. ഇവിടെ നമ്മൾ യൂണിവേഴ്സിൽ വിശ്വസിച്ച് കഴിഞ്ഞാൽ പ്രപഞ്ചശക്തി നമുക്ക് കറക്റ്റായിട്ടുള്ള വഴി കാണിച്ചു തരും. ഒരു മാജിക്ക് നിങ്ങളുടെ ലൈഫിൽ സംഭവിക്കാൻ പോവുകയാണ്. പ്രപഞ്ചശക്തിയുടെ ഭാഗമായിട്ട് നമ്മൾ മാറിക്കഴിഞ്ഞു. ആ ഒരു നിമിഷം മുതൽ നമ്മളിലേക്ക് ചേഞ്ചസ് തന്നെയാണ്, നമ്മളുടെ പ്രോഗ്രസ് ആണ് യൂണിവേഴ്സ് കാണിച്ചു തരുന്നത്. അപ്പോൾ നിങ്ങൾക്ക് വിശ്വസിക്കാം, നിങ്ങളുടെ പേഴ്സണും നിങ്ങളും സെപ്പറേഷനിലാണെങ്കിൽ ആ ഒരു നിമിഷത്തിൽ നിങ്ങൾ ഒന്നുമല്ലാതിരുന്നു. എന്നാൽ അവിടെ നിന്നും ഇതുവരെയുള്ള ദിവസം, ഇന്ന് വരെയുള്ള ദിവസം നോക്കുമ്പോൾ നിങ്ങൾക്ക് മാറ്റം തന്നെയാണ് യൂണിവേഴ്സ് പറയുന്നത്. പ്രപഞ്ചശക്തി നിങ്ങളെ ഒരു മാറ്റത്തിലേക്ക് കൊണ്ടുവരുന്നു. നിങ്ങളുടെ ലൈഫ് മെച്ചപ്പെടാനുള്ളൊരു മാറ്റമാണ് കേട്ടോ. നിങ്ങളെന്ന വ്യക്തിയിലേക്ക് മാറ്റം കൊണ്ടുവരിക എന്ന് പറഞ്ഞാൽ നിങ്ങളുടെ ബ്രില്യൻ്റ് ഫ്യൂച്ചറാണ് യൂണിവേഴ്സ് ഇവിടെ കാണിച്ചു തരുന്നത്. സെക്കൻഡ് കാർഡ് കിട്ടിയിട്ടുള്ളത് ഡെവിളാണ്, അതും റിവേഴ്സ് ആണ്. നിങ്ങളുടെ പേഴ്സൻ്റെ എനർജിയാണ് ഈ കാർഡ് പറയുന്നത്. ഡെവിൾ റിവേഴ്സ് വന്നുകൊണ്ട് ഇവിടെ ഒരു റിലീസിനെയാണ് കാണിക്കുന്നത്. തേർഡ് പാർട്ടിയിൽ നിന്നുള്ള മോചനം, അവരുടെ മനസ്സ് മാറുന്നു എന്നാണ് ഈ കാർഡ് പറയുന്നത്. എന്തിലാണോ അവർ അഡിക്ഷൻ വന്നിട്ടുള്ളത്, ആ ഒരു അഡിക്ഷനിൽ നിന്നും അവർ പൂർണ്ണമായിട്ടും മാറാൻ ശ്രമിക്കുന്നു എന്നാണ് ഈ കാർഡ് പറയുന്നത്. ബ്രേക്കിംഗ് ദി ചെയിൻ, എന്തിനാൽ അവർ ബന്ധിക്കപ്പെട്ടിട്ടുണ്ടോ ആ ഒരു ബന്ധനത്തിൽ നിന്ന് അവർ പൂർണ്ണമായിട്ടും മാറുവാനായിട്ട് പോകുന്നു. ഇവിടെ യൂണിവേഴ്സായിട്ട് തന്നെ ആ ഒരു കെട്ടിനെ അഴിക്കുകയാണ്. ഇന്ന് നിങ്ങളിലേക്ക് ഫോക്കസ് ചെയ്യുന്ന, നിങ്ങളിലേക്ക് വരുവാനായിട്ട് ആഗ്രഹിക്കുന്ന, ആ ഒരു ഇൻസ്പിറേഷൻ കിട്ടിയിട്ടുള്ള, നെഗറ്റീവ് എനർജി റിമൂവ് ആയിട്ടുള്ള നിങ്ങളുടെ പേഴ്സൻ്റെ എനർജിയാണ് ഇവിടെ കാണിക്കുന്നത്. ഇത്രയും നാളും
അവർ ഹെൽപ്ലെസ് ആയിട്ടുള്ള ഒരു വ്യക്തിയായിരുന്നു. അവർക്കൊന്നും ചെയ്യാനായിട്ട് സാധിക്കുന്നുണ്ടായില്ല. ഇനിയാണ് അവരിലേക്ക് സാധിക്കാൻ പോകുന്നത്. നിങ്ങളും അവരും സെപ്പറേഷൻ വന്നിട്ടുള്ളത് ആ ഒരു കാരണമാണോ? ആ ഒരു കാരണത്തെ മനസ്സിലാക്കിക്കൊണ്ട്, റിയാലിറ്റി മനസ്സിലാക്കിക്കൊണ്ട് നിങ്ങളുടെ പേഴ്സൺ നിങ്ങളിലേക്ക് വരികയാണ്. ആ ഒരു ചെയിൻ ബ്രേക്ക് ആവാണ് എന്ന് ഈ കാർഡ് പറയുന്നു. പ്രപഞ്ചശക്തിയിൽ വിശ്വസിക്കുമ്പോൾ മാറ്റം തന്നെയാണ് നിങ്ങളുടെ ലൈഫിൽ വരുന്നത്. നിങ്ങളിലേക്കുള്ള നന്മകളാണ് യൂണിവേഴ്സ് എത്തിക്കുന്നത്. 7 ഓഫ് പെൻഡക്കിൾ, നിങ്ങളിലേക്ക് വരുന്ന നന്മകൾ നിങ്ങൾ കാണുന്നുണ്ടല്ലോ. അതിന് നിങ്ങൾ എന്ത് ചെയ്യേണ്ടത്? ഗ്രാറ്റിറ്റ്യൂഡ് പറയുക. താങ്ക് യു യൂണിവേഴ്സ്, എന്നിലേക്ക് സംഭവിച്ചിട്ടുള്ള ഈ ഒരു ചേഞ്ചിന്, എൻ്റെ നന്മയ്ക്ക് ഞാൻ യൂണിവേഴ്സിനോട് താങ്ക് യു പറയുകയാണ്. അതുപോലെ എൻ്റെ പേഴ്സണും മാറ്റം സംഭവിച്ചുകൊണ്ട് എന്നിലേക്ക് തിരിച്ചു വന്നതിന് താങ്ക് യു യൂണിവേഴ്സ്. ഈ ഗ്രാറ്റിറ്റ്യൂഡ് നിങ്ങൾ എന്നും പറയുക. എത്രയ്ക്ക് നിങ്ങൾക്ക് പറയാൻ പറ്റുമോ അത്രയും പറയുക. 108 തവണയൊക്കെ പറയാനാണ് ഞാൻ പറയുക. അത് വളരെ കുറഞ്ഞൊരു നമ്പറാണ്. നിങ്ങൾക്ക് എത്രത്തോളം പറയാൻ പറ്റുമോ അത്രത്തോളം പറയാൻ ശ്രമിക്കുക. ഇവിടെ നിങ്ങളുടെ ലൈഫിലേക്ക് ഒരു ചേഞ്ച് തന്നെയാണ് കാണിക്കുന്നത്. ഹാർവസ്റ്റിന് വേണ്ടിയിട്ട് വെയിറ്റ് ചെയ്യുന്ന നിങ്ങളുടെ എനർജി, നിങ്ങൾ വിതച്ചത് നിങ്ങൾ കൊയ്യാൻ പോവുകയാണ്. നിങ്ങൾ ചെയ്തൊരു പ്രവൃത്തി നിങ്ങളിലേക്ക് പോസിറ്റീവായിട്ട് കൊണ്ടുവരാണ്. പോസിറ്റീവായിട്ടുള്ള ഔട്ട്കംസ് ആണ് ഈ കാർഡ് പറയുന്നത്. നിങ്ങളിപ്പോൾ റൈറ്റ് ഡയറക്ഷനിൽ എന്ന് തന്നെയാണ് യൂണിവേഴ്സ് പറയുന്നത്. നിങ്ങൾ മുന്നോട്ട് തന്നെ പോവുക. നിങ്ങളിലേക്ക് വരുന്ന പുരോഗതി നിങ്ങളുടെ യൂണിവേഴ്സ് നിങ്ങൾക്ക് തരുന്നു. വെയിറ്റ് ചെയ്യൂ. യൂണിവേഴ്സിനോട് താങ്ക് യു പറയൂ. നമുക്ക് കിട്ടിയിട്ടുള്ള എല്ലാ നന്മകളും യൂണിവേഴ്സിനോട് താങ്ക് യു പറയുക. ഓക്കെ, ടെമ്പറൻസ് റിവേഴ്സാണ് വന്നിട്ടുള്ളത്. ഇവിടെ നിങ്ങളുടെ എനർജിയാണ് കാണിക്കുന്നത്. ഒരു ക്ഷമയില്ലായ്മയാണ് കാണിക്കുന്നത്. അക്ഷമ എന്ന് പറയും. നിങ്ങൾക്ക് നിങ്ങളുടെ പേഴ്സണെ ചേസ് ചെയ്യാൻ തോന്നുന്നുണ്ടോ? അവരെ കോണ്ടാക്ട് ചെയ്യാൻ നിങ്ങൾ ശ്രമിച്ചിട്ടുണ്ടോ? അങ്ങനെ ചെയ്യരുത്. നിങ്ങൾ അവരെ കോണ്ടാക്ട് ചെയ്യാൻ ശ്രമിക്കരുത്. നിങ്ങളിലേക്ക് അവർ വരണം. തിരിച്ചറിവ് വന്നുകൊണ്ട് അവർ വരണം. ഇന്ന് നിങ്ങൾ അവരെ കോണ്ടാക്ട് ചെയ്യുകയാണെങ്കിൽ നിങ്ങൾ ചെയ്യേണ്ട കാര്യം സെൽഫ് ലവ് ആണ്. നിങ്ങളെ സ്നേഹിക്കാൻ നിങ്ങളുടെ കാര്യങ്ങൾ ഫോക്കസ് ചെയ്തു പോവുക. നിങ്ങൾ അവരെ കോണ്ടാക്ട് ചെയ്യുകയാണെങ്കിൽ എന്താ ഉണ്ടാവുക വെച്ച് കഴിഞ്ഞാൽ നിങ്ങളുടെ വാല്യൂ അവർക്ക് മനസ്സിലാവില്ല. അവർ നിങ്ങളിലേക്ക് തിരിച്ചു വരണം. അതാണ് നിങ്ങളുടെ ആവശ്യം. പൂർണ്ണമായിട്ട് നിങ്ങളിലേക്ക് തിരിച്ചു വരണം. അപ്പോൾ മാക്സിമം എനർജി നിങ്ങൾക്ക് എടുക്കുക. നിങ്ങൾക്ക് ചില സമയങ്ങളിൽ എനർജി നഷ്ടപ്പെടുന്ന പോലെ തോന്നുന്നുണ്ട്. അവരില്ലാതെ പറ്റില്ല എന്നുള്ളൊരു ചിന്ത തോന്നുന്നുണ്ട്. മെസ്സേജ് ചെയ്യാനായിട്ടുള്ള പ്രവണത കാണിക്കുന്നു. മെസ്സേജ് ചെയ്തിട്ടുള്ളവരുമുണ്ട്. ഓക്കെ, കോൾ ചെയ്തിട്ടുള്ളവരുമുണ്ട്. അപ്പോൾ യൂണിവേഴ്സ് പറയുന്നത് എന്താണ്? ക്ഷമ വേണം. കുറച്ചും കൂടി ഒന്ന് വെയിറ്റ് ചെയ്യാനായിട്ട് യൂണിവേഴ്സ് പറയുകയാണ്. അങ്ങനെയെങ്കിൽ മാത്രമേ ഇവിടെ നിങ്ങളുടെ സ്വപ്നങ്ങൾ യൂണിവേഴ്സ് നിങ്ങളിലേക്ക് എത്തിക്കുകയുള്ളൂ. ഇവിടെ എങ്ങനെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ അവർ നിങ്ങളിലേക്ക് വരുവാനായിട്ട് ശ്രമിക്കുമ്പോൾ നിങ്ങളുടെ എനർജി നഷ്ടപ്പെട്ടിട്ട് അവരെ വീണ്ടും ചേസ് ചെയ്യുന്നതായിട്ട് കാണിക്കുന്നത്. അങ്ങനെ ചെയ്യുമ്പോൾ എന്താ ഉണ്ടാവുക? അവർക്ക് തിരിച്ചു പോകാനായിട്ട് തോന്നും അല്ലേ? നിങ്ങളുടെ വാല്യൂ അവർക്ക് മനസ്സിലാവുമോ? ഇല്ല. ഇവിടെ എങ്ങനെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു വെള്ളത്തിൽ കുറച്ച് എണ്ണ ഒഴിക്കില്ല. നമ്മൾ എണ്ണ ഒഴിക്കുമ്പോൾ എങ്ങനെയാണ്? ചേരായ്മ വരും. അത് ബ്ലെൻഡ് ആവില്ല. അതാണ് സംഭവിക്കുന്നത്. നിങ്ങൾ അവരിലേക്ക് തിരിച്ചു ചെല്ലുമ്പോൾ അത് ബ്ലെൻഡ് ആവില്ല. അങ്ങനെയല്ല വേണ്ടത്. നമുക്ക് വെള്ളവും ഓയിലും പോലെയാണോ, വാട്ടർ ആൻഡ് ഓയിൽ പോലെയാണോ വേണ്ടത് ജീവിതം? അല്ല, നമുക്ക് അതിൽ അലിഞ്ഞു ചേരണം. അപ്പോൾ നമ്മൾ എന്ത് വേണം? യൂണിവേഴ്സിനോട് പ്രാർത്ഥിച്ചിട്ട് സെൽഫ് ലവ് ചെയ്തിട്ട് നമ്മുടെ കാര്യങ്ങളായിട്ട് മുന്നോട്ട് പോവുകയാണ് വേണ്ടത്. ടെമ്പറൻസ് കാർഡ് പറയുന്നത് എന്താ വെച്ച് കഴിഞ്ഞാൽ റിവേഴ്സ് വന്നുകൊണ്ട് പറയുന്നത് നിങ്ങൾ അവരിലേക്ക് ചെല്ലുമ്പോൾ ഇവിടെ ഒരു ചേരായ്മ വരികയാണ്, കൂടുതൽ പ്രശ്നങ്ങൾ വരികയാണ്, സങ്കീർണമാവാണ്. അപ്പോൾ സൈലൻ്റ് ആയിട്ടിരിക്കുക. ഇവിടെ യൂണിവേഴ്സ് ബ്ലെസ് ചെയ്യുന്നുണ്ട്. നിങ്ങളുടെ കാര്യങ്ങൾ ചെയ്തുകൊണ്ട് ഫോക്കസ് ചെയ്തുകൊണ്ട് മുന്നോട്ട് പോവുക. അങ്ങനെയെങ്കിൽ മാത്രമേ മാറ്റം ഉണ്ടാവുള്ളൂ. എല്ലാവരുടെ കാര്യമല്ല കേട്ടോ പറയുന്നേ. കുറച്ച് പേര് അവരെ കോണ്ടാക്ട് ചെയ്തിട്ടുണ്ട്. അതാണ് ടെമ്പറൻസ് റിവേഴ്സ് എന്ന് കാർഡ് പറയുന്നത്. കിങ് ഓഫ് വാൻസ് കാർഡ് അതിൻ്റെ ബാക്കി എന്ന വണ്ണം കിട്ടിയിട്ടുള്ള കാർഡാണ്. ടെമ്പറൻസ് കാർഡിൻ്റെ ബാക്കി എന്ന വണ്ണം കിട്ടിയിട്ടുള്ള കാർഡാണ് കിങ് ഓഫ് വാൻസ് കാർഡ് റിവേഴ്സ്. അക്ഷമ, ക്ഷമയില്ലായ്മ തന്നെയാണ് ഈ കാർഡ് പറയുന്നത്. നിങ്ങൾ അവരെ കോണ്ടാക്ട് ചെയ്തിട്ടുണ്ട്, മെസ്സേജ് ചെയ്തിട്ടുണ്ട്. അവർ സൈലൻ്റ് ആയിട്ടിരിക്കുക തന്നെയാണ് കാർഡ് പറയുന്നത്. നിങ്ങൾ അവരെ കോണ്ടാക്ട് ചെയ്യുമ്പോഴേ അവർക്ക് നിങ്ങളിലേക്ക് വരാനുള്ള താല്പര്യം ഉണ്ടല്ലോ, അത് ഡിലേ വരുത്തുകയാണ്. കാരണം എപ്പോഴും അവൈലബിൾ ആവുമ്പോൾ നമ്മളെ ഒന്നിട്ട് കളിപ്പിക്കാൻ തോന്നും. അപ്പോൾ യൂണിവേഴ്സ് എന്താ പറയുന്നത്? ഒന്ന് ക്ഷമയോടുകൂടി വെയിറ്റ് ചെയ്യൂ. നിങ്ങളുടെ വാല്യൂ ഒരു മനസ്സിലാക്കട്ടെ. എല്ലാവരുടെ എനർജി അല്ല പറയുന്നേ, കോണ്ടാക്ട് ചെയ്തവർക്കുള്ള കാർഡാണ് കേട്ടോ. പേജ് ഓഫ് വാൻസ് കാർഡ് ഇത് കോണ്ടാക്ട് ചെയ്യാതെ നിങ്ങൾ സെൽഫ് ലവ് ചെയ്തിട്ട് നിങ്ങൾക്ക് വേണ്ടി
പ്രാർത്ഥിക്കുന്ന, നിങ്ങളുടെ പേഴ്സണിന് വേണ്ടി പ്രാർത്ഥിക്കുന്നവർക്ക് വേണ്ടിയിട്ടാണ് ഇവിടെ പേജ് ഓഫ് വാൻസ് കാർഡ് പറയുന്നത്. എന്താണ്? അവർ ആക്ഷൻ എടുക്കാൻ പോകുന്നു, അവർ നിങ്ങളെ പ്രതീക്ഷിക്കുന്നു. അവിടെ കരിയറും കൂടി നോക്കുന്നുണ്ട്. ഇവിടെ അവരുടെ ഒരു ജോലി അതാണ് കാണിക്കുന്നത്. അതോടൊപ്പം തന്നെ നിങ്ങളെന്ന ലൈറ്റിനെയും കാണിക്കുന്നുണ്ട്. രാവും പകലും അധ്വാനിക്കുന്ന അല്ലെങ്കിൽ അങ്ങനെ ഒരു എനർജിയാണ് കാണിക്കുന്നത്. ഈ ഒരു ബന്ധത്തിൽ അവർ ആക്ഷൻ എടുക്കാൻ പോകുന്നു എന്നാണ് പറയുന്നത്. പോസിറ്റീവായിട്ട് തിങ്ക് ചെയ്യാം. നിങ്ങളുടെ പേഴ്സൺ നിങ്ങളിലേക്ക് വരുവാനായിട്ട് ആഗ്രഹിക്കുന്നു. ഒരു ലൈറ്റ് കാണുന്നത് നിങ്ങളിലേക്കുള്ള പ്രകാശത്തെയാണ്, നിങ്ങളിലേക്കുള്ള പ്രതീക്ഷയാണ്, ഹോപ്പിനെയാണ് കാണിക്കുന്നത്. അപ്പോൾ ഇവിടെ ഈ കാർഡ് പറയുന്നത് എന്താ വെച്ച് കഴിഞ്ഞാൽ, ടെമ്പറൻസും കിങ് ഓഫ് വാൻസ് കാർഡും റിവേഴ്സ് വന്നത് എന്ന് പറയുന്നത് എന്നെ കണ്ടുകൊണ്ടിരിക്കുന്ന വ്യൂവേഴ്സിൽ ഒത്തിരി പേര് അവരെ കോണ്ടാക്ട് ചെയ്തിട്ടുണ്ട്, അതിനുവേണ്ടി ട്രൈ ചെയ്തിട്ടുണ്ട്. അവർക്കാണ് കേട്ടോ ഡിലേ വരുമെന്ന് പറയുന്നത്. കോണ്ടാക്ട് ചെയ്യാത്തവർക്ക് സെൽഫ് ലവ് ചെയ്തുകൊണ്ട് നിങ്ങളുടെ കാര്യങ്ങൾ ഫോക്കസ് ചെയ്യുന്നവർക്കുള്ള മെസ്സേജ് യൂണിവേഴ്സ് തരുന്നത് എന്താണ്? അവർ നിങ്ങളിലേക്ക് പ്രതീക്ഷ, ഹോപ്പ് അത് വെച്ചിട്ടിരിക്കുകയാണ്, അവസരത്തിനായിട്ട് വെയിറ്റ് ചെയ്യുകയാണ്, നിങ്ങളിലേക്ക് വരുവാനായിട്ട് ആഗ്രഹിക്കുകയാണ്. അപ്പോൾ പോസിറ്റീവായിട്ട് തിങ്ക് ചെയ്യാം. യെസ്, നിങ്ങളിലേക്കുള്ള ആക്ഷനെയാണ് കാണിക്കുന്നത്. 5 ഓഫ് വാൻസ് കാർഡ് പരിശ്രമമാണ് കാണിക്കുന്നത്. പലതവണയായിട്ട് നിങ്ങളും അവരും കാണാനായിട്ടുള്ള അവസരം ഉണ്ടായിട്ടുണ്ട്. ഇവിടെ അവരാണ് ട്രൈ ചെയ്യുന്നത്. നിങ്ങളെ കാണുവാനും സംസാരിക്കുവാനും അവർ ട്രൈ ചെയ്യുന്നു എന്നാണ് ഈ കാർഡ് പറയുന്നത്. നിങ്ങളെ കോൾ ചെയ്തിട്ടുണ്ടാവാം, മെസ്സേജ് ചെയ്തിട്ടുണ്ടാവാം, നിങ്ങളുമൊത്തുള്ള നല്ല നിമിഷങ്ങൾ അവർ പ്ലാൻ ചെയ്തിട്ടുണ്ടാവാം. അപ്പോൾ നിങ്ങൾക്ക് പോസിറ്റീവായിട്ട് തിങ്ക് ചെയ്യുന്നവർക്ക് യൂണിവേഴ്സ് നൽകുന്ന മെസ്സേജാണ് 5 ഓഫ് വാൻസ് കാർഡ്. അവസരത്തിനായിട്ട് വെയിറ്റ് ചെയ്യുന്നത്, ഓപ്പർച്യൂണിറ്റിക്കായിട്ട് വെയിറ്റ് ചെയ്യുന്നത് നിങ്ങളുടെ പേഴ്സൺ ആണ്. ഒരു വ്യക്തിയുടെ 5 വശങ്ങളെയാണ് കാണിക്കുന്നത്. 5 തവണയൊക്കെ അവർ കാണാനായിട്ട് ശ്രമിച്ചിട്ടുണ്ടാവാം, 5 പ്രാവശ്യം ആക്ഷൻ എടുത്തിട്ടുണ്ട് എന്നും ഈ കാർഡ് പറയാം. അപ്പം നിങ്ങളെ മിസ് ചെയ്യുന്നതെന്ന് തന്നെയാണ് കാർഡ്സ് പറയുന്നത്. ഒരിക്കലേക്ക് എടുക്കാം. ടൈംലെസ് എലഗൻസ് എന്നാണ് കിട്ടിയിട്ടുള്ളത്. യു ആർ ഓൾവേസ് ബ്യൂട്ടിഫുൾ ടു സംവൺ ഹൂ ലവ്സ് യു. നിങ്ങളെ സ്നേഹിക്കുന്ന വ്യക്തിയുടെ മുന്നിൽ നിങ്ങൾ വളരെ ബ്യൂട്ടിഫുൾ ആയിട്ടൊരു വ്യക്തിയാണ്, വളരെ ബ്യൂട്ടിഫുൾ ആണ് എന്ന് പറയുകയാണ്. അപ്പോൾ അവർക്ക് നിങ്ങളെ അത്രയേറെ സ്നേഹമാണ് തോന്നുന്നത്, അത്രയേറെ താല്പര്യമാണ് തോന്നുന്നത്. അപ്പോൾ നിങ്ങളെ മിസ് ചെയ്യുന്നു എന്ന് തന്നെയാണ് ആദ്യത്തെ കാർഡ് പറയുന്നത്. നിങ്ങൾ അത്രത്തോളം ബ്യൂട്ടി ആയിട്ട് തോന്നുന്നത് അവരുടെ കണ്ണിലാണ്. മനസ്സിലാവുന്നുണ്ടോ? എങ്ങനെയാണ് അത്രയും ബ്യൂട്ടി ആയിട്ട് തോന്നുക? അവരത്രത്തോളം സ്നേഹിക്കുമ്പോഴാണ് ആ വ്യക്തിക്ക് എൻ്റെ ഓപ്പോസിറ്റ് നിൽക്കുന്ന ആൾ അത്രയും ബ്യൂട്ടിയാണെന്ന് തോന്നുക. അവിടെ വേറെ ഒന്നും അവർക്ക് കാണാൻ സാധിക്കില്ല. നിങ്ങളെന്ന വ്യക്തിയുടെ ആ ഒരു സ്നേഹത്തിൻ്റെ മുന്നിൽ ആ ഒരു ബ്യൂട്ടി അതവർ കാണുകയാണ്. മറ്റുള്ളവരുടെ അടുത്ത് അത് കിട്ടിയിട്ടുണ്ടാവില്ല. പവർ ബാലൻസ് എന്നാണ് കിട്ടിയിട്ടുള്ള കാർഡ്. ഹാവ് മ്യൂച്വൽ റെസ്പെക്റ്റ് ആൻഡ് ഷെയർഡ് റെസ്പോൺസിബിലിറ്റീസ് എന്നാണ് പറയുന്നത്. ഇവിടെ അവർ ചിന്തിക്കുന്നത്, നിങ്ങളോട് പറയാനായിട്ട് ആഗ്രഹിക്കുന്നത് മ്യൂച്വൽ റെസ്പെക്റ്റ് ആണ്, ബഹുമാനം. അങ്ങോട്ടും ഇങ്ങോട്ടും പരസ്പര ബഹുമാനം വേണം. അതുപോലെ നിങ്ങൾ പങ്കിട്ട ഉത്തരവാദിത്തങ്ങൾ ഉണ്ടാവുമല്ലോ, നിങ്ങൾ പങ്കിട്ട കുറേ കാര്യങ്ങളുണ്ടാവുമല്ലോ. നിങ്ങളുമായിട്ട് സംസാരിച്ചപ്പോൾ നിങ്ങൾ കുറേ കാര്യങ്ങൾ ഷെയർ ചെയ്തിട്ടുണ്ട്. ആ കാര്യങ്ങളും അവരിനി മുന്നോട്ട് കൊണ്ടുപോകാനായിട്ട് ആഗ്രഹിക്കുകയാണ്. അപ്പോൾ നിങ്ങൾ തയ്യാറായിക്കോളൂ. നിങ്ങളുടെ പേഴ്സൺ നിങ്ങളിലേക്ക് തന്നെയാണ് ഫോക്കസ് ചെയ്യുന്നത്. നീഡ്സ് ടെൻഡിങ്. പേ മോർ അറ്റൻഷൻ ടു യുവർ ലവ് ലൈഫ് ടു ഗെറ്റ് റിസൾട്ട്. നൗറിഷിംഗ് ഡേറ്റിംഗ് റെസ്പോൺസ് എന്നാണ് കിട്ടിയിട്ടുള്ളത്. ഇവിടെ നിങ്ങളുടെ പ്രണയ ജീവിതത്തിൽ റിസൾട്ട് കിട്ടണമെങ്കിൽ, നല്ല രീതിയിൽ മുന്നോട്ട് പോകണമെങ്കിൽ എന്താ പറയുന്നത്? ശ്രദ്ധ കൊടുക്കാനാണ് പറയുന്നത്. അപ്പോൾ നിങ്ങളുടെ പേഴ്സൺ നിങ്ങളിലേക്ക് ശ്രദ്ധ കൊണ്ടുവരുന്നു എന്നാണ് പറയുന്നത്. ഡേറ്റിംഗ് എന്ന് പറയുമ്പോൾ അറിയാലോ, നിങ്ങളുടെ പേഴ്സൺ നിങ്ങളിലേക്ക് കൂടുതൽ ശ്രദ്ധ കൊണ്ടുവരുന്നു. അപ്പോൾ അവർ കാര്യങ്ങൾ മനസ്സിലാക്കി തന്നെയാണ് മുന്നോട്ട് പോകാനായിട്ട് ആഗ്രഹിക്കുന്നത്. നിങ്ങളിലേക്കാണ് അവർ കൂടുതലായിട്ട് ഇവിടെ ഫോക്കസ് ചെയ്യുന്നത്. ട്രൂ acceptance. Find strength in unique views and grow together. Rare, enhance, thrive എന്നാണ് കിട്ടിയിട്ടുള്ളത്. ഇവിടെ അതുല്യമായ കാഴ്ചകളിൽ ശക്തി കണ്ടെത്തി വളരാനാണ് പറയുന്നത്. അപ്പോൾ ഇപ്പോൾ നിങ്ങളുടെ പേഴ്സണ് നിങ്ങളോട് തോന്നുന്നത്
ഒരു കാഴ്ചശക്തി കിട്ടിയതുപോലെയാണ്. കാരണം മറ്റുള്ള വ്യക്തികളാൽ കണ്ണു കെട്ടിപ്പോയ അല്ലെങ്കിൽ അവരുടെ ഒരു എനർജിയാൽ നിങ്ങളിൽ നിന്ന് മൂവ് ഓൺ ചെയ്തു പോയ വ്യക്തിക്ക് തിരിച്ചറിവാണ് കാണിക്കുന്നത്. തിരിച്ചറിവ് വന്നുകൊണ്ട് മുന്നോട്ട് പോകാൻ തന്നെയാണ് യൂണിവേഴ്സ് കാർഡ്സിലൂടെ പറയുന്നത്. അവരുടെ തീരുമാനം എന്ന് പറയുന്നത് തിരിച്ചറിവാണ്. ബാക്ക് ആൻഡ് ഫോർത്ത് എന്നാണ് കിട്ടിയിട്ടുള്ളത്. ചേഞ്ചിങ് യുവർ മൈൻഡ് ഓർ ബീയിങ് കൺഫ്യൂസ്ഡ് ഇമോഷണലി. ഇവിടെ നിങ്ങളുടെ മനസ്സാണ് മാറിയിരിക്കുന്നത്. യൂണിവേഴ്സ് പറയുന്നത് നിങ്ങൾ കൺഫ്യൂഷനിലായിരിക്കുകയാണെന്നാണ്, ആശയക്കുഴപ്പത്തിലായിരിക്കുകയാണെന്നാണ്. കാരണം നിങ്ങൾ കുറേ ആയിട്ട് വെയിറ്റ് ചെയ്യുന്നു, ഒരു തീരുമാനം എടുക്കാനായിട്ട് നിങ്ങൾക്ക് സാധിക്കാത്തൊരവസ്ഥയാണ് ഇവിടെ കാർഡ്സ് പറയുന്നത്. രണ്ട് കാർഡും കൂടി എടുക്കാം. ഡിവൈൻ മാച്ചസ് എന്നാണ് കിട്ടിയിട്ടുള്ളത്. ഫോളോയിങ് യുവർ ഡെസ്റ്റിനി ആൻഡ് allow that's mean to be. ഇവിടെ ഇതൊരു സോൾമേറ്റ് കണക്ഷൻ തന്നെയാണ്, ട്വിൻ ഫ്ലെയിം കണക്ഷൻ ആണെന്ന് യൂണിവേഴ്സ് പറയുന്നു. നിങ്ങളുടെ വിധിയെ പിന്തുടരാനാണ് യൂണിവേഴ്സ് പറയുന്നത്. ഇവിടെ ഒരു സ്നേഹത്തെയും കാണിക്കുന്നുണ്ട്. സ്നേഹത്തോടു കൂടി പോവുക. ഇവിടെ സ്നേഹമാണ് കാണിക്കുന്നത്. തിരിച്ചറിവ് വരുമ്പോഴല്ലേ ആ സ്നേഹം തിരിച്ചു വരിക അല്ലേ? അപ്പോൾ പരസ്പരം മനസ്സിലാക്കിക്കൊണ്ട് പരസ്പരം ബഹുമാനിച്ചുകൊണ്ട് മുന്നോട്ട് പോകാൻ തന്നെയാണ് യൂണിവേഴ്സ് പറയുന്നത്. തെറ്റുകൾ വന്നിട്ടുണ്ടാവാം, തെറ്റുകൾ തിരുത്താനാണ് യൂണിവേഴ്സ് പറയുന്നത്. ഫാൻ ദി ഫ്ലെയിംസ് എന്നാണ് കിട്ടിയിട്ടുള്ളത്. ഡൂയിങ് വാട്ട് ഇറ്റ് ടേക്ക് ടു കീപ് ദ പാഷൻ അലൈവ്. ഇവിടെ റൊമാൻസും കെയറാണ് കാണിക്കുന്നത്. അപ്പം നിങ്ങളുടെ പേഴ്സണ് നിങ്ങളോട് തോന്നുന്ന ഫീലിങ്സ് എന്ന് പറയുന്നത് എന്താണ്? അത്രമാത്രം സ്നേഹമാണ്. അപ്പോൾ ഈ ഒരു പ്രണയത്തിൻ്റെ തീവ്രത എന്ന് പറയുന്നത് അവരിൽ നല്ലതുപോലെ കാണിക്കുന്നുണ്ട്. അഭിനിവേശം നിലനിർത്താനായിട്ട് ആവശ്യമായത് ചെയ്യുക എന്നാണ് പറയുന്നത്. അപ്പോൾ അവർ ഈ ഒരു സ്നേഹം നിലനിർത്താനായിട്ട് ആവശ്യമായിട്ടുള്ളതൊക്കെ ചെയ്യുന്നുണ്ട്. അവർ നിങ്ങളിലേക്ക് തന്നെയാണ് ഫോക്കസ് ചെയ്യുന്നത്. ടൈം കാർഡ് കൂടി എടുക്കാം. എന്നെ കണ്ടുകൊണ്ടിരിക്കുന്ന എൻ്റെ വ്യൂവേഴ്സിന് വേണ്ടിയിട്ട് യൂണിവേഴ്സ് എന്താണ് നൽകുന്ന സൈൻസ്? ഇൻ 60 days 60 ദിവസം വിത്തിൻ 6 months. ഇതെന്താ അറിയോ? അവരെ കോണ്ടാക്ട് ചെയ്തിട്ടുള്ള വ്യക്തികളില്ലേ, മെസ്സേജ് ചെയ്തിട്ടുള്ള വ്യക്തികൾ, അവർക്ക് വരുന്ന ഡിലേ ആണ്. സംശയമുള്ളവർക്ക് ഇൻ 29 days 23 days. അപ്പോൾ പോസിറ്റീവായിട്ട് തിങ്ക് ചെയ്തവർക്ക് എന്താണ്? നിങ്ങളുടെ പേഴ്സൺ നിങ്ങളിലേക്ക് തന്നെയാണ്. അപ്പോൾ ഏതാണ് നിങ്ങൾക്ക് നിങ്ങളുടെ ലൈഫിലേക്ക് വാലിഡ് ആവുകയാണെങ്കിൽ ആ കാർഡ് നിങ്ങൾ എടുക്കുക, മാനിഫെസ്റ്റ് ചെയ്യുക. കാർഡിൽ കാണിക്കുന്ന ആ ഡേറ്റ് തന്നെ നിങ്ങൾക്ക് മാനിഫെസ്റ്റ് ചെയ്യണമെന്ന് ഞാൻ പറയുന്നില്ല. നിങ്ങൾക്ക് യൂണിവേഴ്സ് എന്താണ് നൽകുന്ന ഒരു മെസ്സേജ്, ഇപ്പോൾ നിങ്ങൾ എന്തെങ്കിലും രീതിയിൽ ഏഞ്ചൽ നമ്പർ കാണുക, 1 2 3 നിങ്ങൾ ഏതെങ്കിലും ഒരു ഏഞ്ചൽ നമ്പർ കാണുകയാണെങ്കിൽ ആ ഏഞ്ചൽ നമ്പർ വെച്ചിട്ട് നിങ്ങൾക്ക് മാനിഫെസ്റ്റ് ചെയ്യാം. ഇപ്പോൾ റീഡിങ് കണ്ടുകൊണ്ടിരിക്കുന്ന നിമിഷം തന്നെ നിങ്ങൾ ഏതെങ്കിലും ഒരു ഏഞ്ചൽ നമ്പർ കാണുകയാണെങ്കിൽ നിങ്ങൾക്ക് മാനിഫെസ്റ്റ് ചെയ്യാം. ഓക്കെ, ഇവിടെ യൂണിവേഴ്സ് ബ്ലെസ് ചെയ്യുന്നു എന്ന് തന്നെയാണ് പറയുന്നത്. നിങ്ങളെ തന്നെ ട്രസ്റ്റ് ചെയ്തുകൊണ്ട് നിങ്ങൾ പ്രാർത്ഥിക്കുന്ന കാര്യം നിങ്ങളിലേക്ക് സാധ്യമാകുന്നു എന്നാണ് പറയുന്നത്. ഇവിടെ ഞാൻ നിങ്ങൾക്കൊരു ഗൈഡ് മാത്രമാണ്, എനിക്ക് പ്രത്യേക ശക്തിയോ ഒന്നുമില്ല. ഞാൻ നിങ്ങൾക്കൊരു ഗൈഡൻസ് തരുന്നു എന്ന് മാത്രമേ ഉള്ളൂ. ഇവിടെ ഓരോ റീഡിങ് എടുക്കുമ്പോഴും നിങ്ങൾക്കായിട്ടുള്ള ഏതെങ്കിലും രീതിയിൽ ഒരു സ്റ്റക്ക് എനർജി ഉണ്ടെങ്കിൽ അവിടെ നിങ്ങൾക്കൊരു ഗൈഡൻസ് തരുന്നു. ആ സ്റ്റക്ക് എനർജി മാറാനായിട്ട് ഞാൻ നിങ്ങൾക്കൊപ്പം പ്രാർത്ഥിക്കുന്നു എന്ന് മാത്രമേ ഉള്ളൂ. അപ്പോൾ നിങ്ങൾക്ക് എന്താ വേണ്ടത് വെച്ച് കഴിഞ്ഞാൽ, നിങ്ങൾ ചെയ്യേണ്ട കാര്യം എന്താ വെച്ച് കഴിഞ്ഞാൽ, നിങ്ങളുടെ ആഗ്രഹമാണ്, നിങ്ങൾക്കാണ് അത് യാഥാർത്ഥ്യമാകേണ്ടത്. നിങ്ങൾക്ക് മാനിഫെസ്റ്റ് ചെയ്യാം. ഒരു ഡേറ്റ് നിങ്ങൾക്ക് തീരുമാനിക്കാം. ആ ഡേറ്റിനുള്ളിൽ എൻ്റെ പേഴ്സണിലേക്ക് വന്നതിന് താങ്ക് യു യൂണിവേഴ്സ്. അതുപോലെ നിങ്ങൾ മാനിഫെസ്റ്റ് ചെയ്യുമ്പോൾ സിറ്റുവേഷൻ വരെ നിങ്ങൾക്ക് മാനിഫെസ്റ്റ് ചെയ്യാം. എങ്ങനെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഇന്ന പ്ലേസിൽ നിങ്ങൾ എപ്പോഴും കണ്ടുമുട്ടാറുള്ള പ്ലേസ്, സമയം, സ്ഥലങ്ങൾ, എന്താ പറയുക, അങ്ങനെ നിങ്ങൾക്ക് ഇഷ്ടമുള്ളത് നിങ്ങൾക്ക് മാനിഫെസ്റ്റ് ചെയ്യാം. അവിടെയാണ് യൂണിവേഴ്സ് പ്രവർത്തിക്കുക. എൻ്റെ ഇഷ്ടം പോലെ അല്ലല്ലോ നിങ്ങളുടെ ഇഷ്ടം. എല്ലാവരുടെ ഇഷ്ടങ്ങളും താല്പര്യങ്ങളും ഇഷ്ടപ്പെട്ട സ്ഥലങ്ങളും എല്ലാം വ്യത്യസ്തമല്ലേ. അപ്പോൾ അതെന്താണെന്ന് ഉൾക്കൊണ്ടുകൊണ്ട് നിങ്ങൾ എനിത്തിങ് മാനിഫെസ്റ്റ് എന്ന് പറയുന്നത് ഇഷ്ടമുള്ളത് അത്രമാത്രം ആഗ്രഹത്തോട് കൂടിയിട്ട് പ്രാർത്ഥിക്കുകയാണെങ്കിൽ സാധിക്കാത്തതായിട്ട് ഒന്നുമില്ല.
ഓക്കെ, അപ്പോൾ ഞാൻ റീഡിംഗ് നിർത്തുകയാണ്. ഈ റീഡിംഗ് നിങ്ങൾക്ക് ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. നിങ്ങളുടെ വിലപ്പെട്ട അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും പേഴ്സണലായിട്ടും അല്ലാതെയും അറിയിക്കാം. പേഴ്സണലായിട്ട് റീഡിംഗ് ആവശ്യമുള്ളവർക്ക് എൻ്റെ നമ്പറിൽ കോൺടാക്റ്റ് ചെയ്യാം. നിങ്ങളുടെ കറക്റ്റായിട്ടുള്ള റീഡിംഗ് ഞാൻ പറഞ്ഞു തരാം. കൂടുതൽ വീഡിയോസുമായിട്ട് നിങ്ങളുടെ മുന്നിൽ ഞാൻ വരും. നിങ്ങളുടെ സ്വന്തം നിംസ്.